സങ്കീർത്തനങ്ങളുടെ തീരത്തുകൂടിയുള്ള തീർത്ഥയാത്രയെന്ന ഈ ആത്മീയ ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 3-ാം സങ്കീർത്തനത്തിൽ നിന്നാണല്ലോ നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 3-ാം സങ്കീർത്തനത്തിൽ സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതാണ് നാം കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചത്. ഇന്ന് ആ 3-ാം സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യമാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ദാവീദ് വലിയൊരു ആകുലതയിലാണ്. പ്രാണഭയത്തോടുകൂടെ സിംഹാസനവും കൊട്ടാരവും വിട്ട് ഓടുന്ന ഒരു യാത്രയിലാണ്. ദാവീദിന്റെ വീട്ടിൽ നിന്നുള്ള എതിർപ്പുകൾ, സ്വന്തം രക്തത്തിൽ പിറന്ന മകൻ തനിക്ക് വിരോധമായി എഴുന്നേറ്റതിനെ തുടർന്നുള്ള ഒരു യാത്രയിലാണ്, ഒരു ഓട്ടത്തിലാണ് ദാവീദ്. അവിടെ താൻ അനുഭവിക്കുന്ന മാനസിക വ്യഥ, ശാരീരികമായ ക്ലേശങ്ങൾ, നിരാശ, കണ്ണുനീർ, ഇതൊക്കെയായിട്ട് ദാവീദ് ദേശം വിട്ട് കെദ്രോൻ തോട് കടന്ന് ഓടുന്നതിനെ പറ്റി നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചുവല്ലോ. എന്നാൽ ഇന്ന് 3-ാം സങ്കീർത്തനത്തിന്റെ 1-2 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. എത്ര നിർഭാഗ്യകരമായ ഒരു പ്രാർത്ഥനയുടെ ആദ്യ വാചകമാണിത്. എന്താണ് നമ്മുടെ വായിക്കുന്നത്? ദാവീദ് പറയുന്നു, വൈരികൾ ഒത്തിരി പെരുകിയിരിക്കുന്നു എന്നുള്ളതാ. സ്വന്തം ഭവനത്തിൽ നിന്നുള്ള വൈരികൾ മാത്രമല്ല തനിക്കുള്ളത്, ചുറ്റുപാടും തൻ്റെ വൈരികൾ കൂടിയിരിക്കുന്നു. അത് പെരുകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് താഴെയുള്ള ചില വാക്യങ്ങളിൽ എൻ്റെ വൈരികൾ 1000 പെരുകിയിരിക്കുന്നുവെന്ന് നാം വായിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം 10,000-ങ്ങളോളമുള്ള ഒരു വലിയ ഒരു സംഖ്യ തനിക്ക് വിരോധമായിട്ട് കൂട്ടം കൂടി തനിക്കെതിരായി ആലോചന കഴിക്കുന്നു എന്നുള്ളതാണ്. ഭൂരിപക്ഷം മുഴുവനും ഇപ്പോൾ തനിക്ക് എതിരാണ്. നമുക്കറിയാമല്ലോ, ഭൂരിപക്ഷം എന്ന് പറയുന്നത് അവരാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്, അവരാണ് പ്ലാനുകളൊക്കെ നിയന്ത്രിക്കുന്നതും ചെയ്യുന്നതുമൊക്കെ. ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമാണ് പലരും കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത്. ഭൂരിപക്ഷത്തിന് ഒരു പ്രത്യേക അജണ്ടയുണ്ട്. ആ അജണ്ട എന്ന് പറയുന്നത് തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുവാൻ വേണ്ടി അവരെന്തും ചെയ്യും എന്നുള്ളതാണ്. ആ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമാണ് ന്യൂനപക്ഷത്തെ എപ്പോഴും അടിച്ചമർത്തുവാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി അവരുടെ ഒരു തന്ത്രമെന്ന് പറയുന്നത് ഇല്ലാക്കഥകൾ പറഞ്ഞു പരത്തുക എന്നുള്ളതാണ്. ഒരു ദൈവപൈതലിന് വിരോധമായിട്ട് ഇല്ലാക്കഥകൾ പറഞ്ഞു പരത്തുക എന്നുള്ളത് ഭൂരിപക്ഷത്തിന്റെ ഒരു തന്ത്രമാണ്. അത് ലോക രാഷ്ട്രീയ മേഖലകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത് ആത്മീയ മേഖലകളിലും ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നാം വായിക്കുന്നത് എന്താണ് ഭൂരിപക്ഷം ചെയ്തതെന്നറിയാമോ? അവര് ദാവീദിനെ കുറിച്ചൊരു കഥ പറഞ്ഞു പരത്തുകയാണ്. അതിങ്ങനെയാണ് പറയുന്നത്: അവന് ഇനി ദൈവത്തിങ്കൽ രക്ഷയില്ല എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം ദൈവം പോലും അവനെ കൈവിട്ടു എന്നുള്ളതാണ്. ദൈവത്തിൽ നിന്നും അവന് രക്ഷയില്ലെന്ന് പറയുമ്പോൾ അവൻ ഇനിയും തീർന്നുപോയി, ദൈവം പോലും അവനെതിരാണ് എന്നുള്ള ഒരു കഥയാണ് പറഞ്ഞു പരത്തുന്നത്. ദൈവം തള്ളിയവനെ ലോകം മുഴുവനും തള്ളിയിരിക്കുന്നുള്ള ഒരു സന്ദേശമാണ് ഇതിലൂടെ ഭൂരിപക്ഷമായ ആൾക്കാർ, 1000 10,000-ങ്ങളോളം വരുന്ന ആൾക്കാർ അവന് വിരോധമായി പറഞ്ഞു നടക്കുന്നു എന്നുള്ളതാണ് ഈ സങ്കീർത്തനത്തിൽ കൂടെ ദാവീദിന്റെ ഒരു പരാതിയായിട്ട് നാം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഭൂരിപക്ഷം അവനെതിരായിട്ട് പറയുമ്പോൾ മനസ്സ് തകരുന്ന സാഹചര്യത്തിൽ കൂടെ ഒരു പക്ഷെങ്കിൽ പോകേണ്ട ദാവീദ്, താൻ തകർന്നു തരിപ്പണമായി പോകേണ്ടുന്ന അവസ്ഥയിൽ നിന്നും ദാവീദ് അവിടെ പറയുന്നത്, അതിൻ്റെ താഴത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ തല ഉയർത്തുന്നവനുമാണ്. ഈ ഭൂരിപക്ഷത്തിനെതിരെ ഒരു ന്യൂനപക്ഷമായി ഒരുവൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമുക്കെതിരായിട്ട് 1000 പേർ എഴുന്നേറ്റ് നിന്ന് നമുക്ക് വിരോധമായിട്ട് അപഖ്യാതികൾ പറഞ്ഞാലും, നമുക്ക് വിരോധമായി സംസാരിച്ചാലും, ഒരുവനാകുന്നവ വിശ്വാസി, ഒരൊറ്റയാൾ പട്ടാളമായിട്ട് ദാവീദ് ഇവിടെ പറയുന്നത് എന്തെന്നറിയാമോ? നീയോ യഹോവേ, നീ മാത്രമേ എനിക്കുള്ളൂ, കൂടെ നിൽക്കുന്നവരാരുമില്ല,
നീ മാത്രം എൻ്റെ പരിചയാണ്, മാത്രമല്ല നീ എൻ്റെ തലയെ ഉയർത്തുന്നവനാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലൂടെ ഈ സമയത്ത് പോകുന്നവരായാലും, നമ്മെക്കുറിച്ച് ആൾക്കാർ എന്തെല്ലാം അപഖ്യാതികൾ പറഞ്ഞു പരത്തിയാലും, എന്തെല്ലാം പ്രതിസന്ധികൾ നമുക്ക് വിരോധമായിട്ട് ആൾക്കാർ മെനഞ്ഞെടുത്താലും, എന്തെല്ലാം പ്രതികൂലങ്ങൾ നമുക്ക് മുമ്പിൽ ആൾക്കാർ ഒരുക്കി വെച്ചാലും, ദൈവം നമ്മളുടെ സങ്കേതമായി, ദൈവം നമുക്ക് പരിചയമായി, ദൈവം നമ്മുടെ തല ഉയർത്തുന്നവനാകും എന്ന് വിശ്വസിക്കുവാൻ എത്ര പേർക്ക് കഴിയും? അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ ദിവസം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ഷാജി അബ്രഹാം.